ഹീമോഗ്ലോബിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ക്ഷീണവും തളർച്ചയുമൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതിനാൽ വീട്ടിലുള്ള എള്ളും അല്പം ചില ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ച് നമുക്കിന്ന് ഒരു ഐറ്റം തയ്യാറാക്കി നോക്കാം. കറുത്ത എള്ളിൽ ധാരാളം കാൽസ്യവും അയണും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ഇത് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. എള്ളിൽ ധാരാളം സിങ്കും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെയും വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ, BP എന്നിവയെയും റെഗുലേറ്റ് ചെയ്യാനും എള്ള് നമ്മെ സഹായിക്കാറുണ്ട്. ഇനി നമുക്കിതിനായി ആവശ്യമായി വേണ്ട നിലക്കടലയാണ്. ഇത് ധാരാളം പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. ഇതിലും വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഇയാൽ സമ്പുഷ്ടമായതിനാൽ സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും ഇവ നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ് നിലക്കടല. ഇവ നമുക്ക് വറുത്തെടുത്ത് മാറ്റി വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര മധുരത്തിനായിട്ട് ഉപയോഗിക്കാം. ഇവ അല്പം എടുത്ത് നമുക്ക് പാനിയാക്കി മാറ്റാവുന്നതാണ്. ശർക്കര പാനി തയ്യാറാക്കി കഴിഞ്ഞ് നമുക്ക് നേരത്തെ തയ്യാറാക്കി എടുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല ഒരു പാനിലേക്കിട്ട് നമുക്ക് വറുത്തെടുക്കാം. നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച എള്ളിട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഇവ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഫ്ലെയിം കൂടിയാൽ ഇവ കരിഞ്ഞു പോകും. ഏകദേശം ഒരു മൂപ്പെത്തി കഴിയുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ എള്ളിവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടി മധുരത്തിന് ശർക്കര എടുക്കാവുന്നതാണ്. കാരണം മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിവിടെ ഉപയോഗിക്കാം. വറുത്തെടുത്ത നിലക്കടല നമുക്ക് ചൂടാറിക്കഴിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് അവലാണ് വേണ്ടിയത്. ചുവന്ന അവലാണ് കൂടുതൽ ഗുണകരം. അവലിലേക്ക് അല്പം ചിരകിയ തേങ്ങ കൂടി ആഡ് ചെയ്യാം. നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കുറേശ്ശെയായിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം വറുത്തെടുത്ത എള്ളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി തരിതരിയായി പൊടിച്ചെടുത്ത നിലക്കടലയുടെ പൊടിയും അണ്ടിപ്പരിപ്പും ഒക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്താൽ കൂടുതൽ രുചികരം. ഇവ നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. ഇത് റെഡിയായി കഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റി വെച്ച് ചൂടോടെ ഉപയോഗിക്കാം.